സംസ്ഥാന സർക്കാരിന്റെ 2019 ബജറ്റിൽ വയനാടിന് പ്രത്യേക പദ്ധതികൾ. പ്രളയം ദുരിതം വിതച്ച വയനാട് നേരിടുന്ന പ്രതിസന്ധി മറികടക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രത്യേക പദ്ധതികൾ. കുരുമുളക് കർഷകർക്ക് 10 കോടി. വയനാടൻ കാപ്പി മലബാർ എന്ന പേരിൽ വിപണിയിലേക്ക്. നവകേരളത്തിന് 25 പദ്ധതികളാണ് പ്രഖ്യാപിക്കുന്നതെന്ന് ബജറ്റ് പ്രസംഗത്തിൽ മന്ത്രി തോമസ് ഐസക് വ്യക്തമാക്കി. ആകെ ബജറ്റ് ചെലവ് 1.42 ലക്ഷം കോടിയാണ്. വയനാട്ടിലെ കാപ്പിപ്പൊടി മലബാർ കാപ്പി എന്ന പേരിൽ ആഗോളതലത്തിൽ ബ്രാൻഡ് ചെയ്യും. ജില്ലയിൽ മരം വെച്ചുപിടിപ്പിക്കാൻ ബാങ്ക് വായ്പ അനുവദിക്കും. വയനാടിനെ പൂക്കൃഷിക്കുള്ള പ്രത്യേക സോണായി പ്രഖ്യാപിക്കുമെന്നും ബജറ്റിൽ പറയുന്നു. പ്രളയം ദുരിതം വിധിച്ച ജില്ലകളിലൊന്നാണ് വയനാട്. ഇവിടെ ഒട്ടേറെ മരങ്ങളാണ് പ്രളയത്തിൽ കടപുഴകിയത്. പ്രളയത്തെ തുടർന്നുള്ള നവകേരള നിർമ്മാണത്തിന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നിരവധി പേർ സംഭാവനകൾ ചെയ്തിരുന്നു. ദുരിതാശ്വാസ നിധിയിൽ 3229 കോടി രൂപ ലഭിച്ചുവെന്ന് ധനമന്ത്രി പറഞ്ഞു. ഇത് ദുരിതാശ്വാസത്തിന് വേണ്ടി മാത്രമേ ചെലവഴിക്കൂവെന്നും മന്ത്രി വ്യക്തമാക്കി. ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വകമാറ്റി ചെലവഴിക്കുന്ന ആക്ഷേപം നേരത്തെ ഉയർന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് തോമസ് ഐസക്കിന്റെ വിശദീകരണം. ദുരിതാശ്വാസ നിധിയിൽ നിന്നും 1732 കോടി രൂപ ചെലവഴിച്ചു കഴിഞ്ഞു. റോഡുകളുടെ പുനർനിർമ്മാണത്തിന് വേണ്ടിയാണ് പ്രധാനമായും ഫണ്ട് ചെലവഴിച്ചത്. റോഡ് നിർമ്മാണത്തിനും തദ്ദേശ ഭരണ വകുപ്പിനുമായി 1000 കോടി രൂപ അനുവദിച്ചുവെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. കൂടാതെ പ്രളയബാധിത പഞ്ചായത്തുകൾക്ക് 259 കോടി വകയിരുത്തിയിട്ടുണ്ട്. പ്രളയം തകർത്ത ജീവനോപാധികൾ അടുത്ത വർഷത്തോടെ തിരിച്ചുപിടിക്കും. പ്രളയത്തിൽ 15000 കോടി രൂപയുടെ വരുമാന നഷ്ടമുണ്ടായെന്നും തോമസ് ഐസക് വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കൽപ്പറ്റ. ജനോപകാരപ്രദമായ ജനപക്ഷ ബജറ്റ് അവതരിപ്പിച്ച LDF സർക്കാരിന് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഫെസ്റ്റോയുടെ നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുമ്പിൽ യോഗം സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം S. അജയകുമാർ നിർവഹിച്ചു. PK അബ്ദുൽ ഗഫൂർ, AT ഷൺമുഖൻ, N. ദേവകുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. 35 കൊല്ലമോ സർവീസുള്ള ജീവനക്കാരന്റെ സർവീസ് കാലം മുഴുവൻ അവന്റെ ശമ്പളത്തിന്റെ 10% ഓരോ മാസവും കൊണ്ടുപോവാണ് ചെയ്യുന്നത്. അതാണ് കവർച്ച എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ആ കവർച്ചയ്ക്കാണ് NGO അസോസിയേഷൻ കൂട്ടുനിന്നത്. അങ്ങനെ കവർന്നു കൊണ്ടുപോകുന്ന പണത്തിന്റെ ഒരു ചില്ലി കേരളത്തിന്റെ പുനർനിർമ്മാണ പ്രവർത്തനത്തിനല്ല ഉപയോഗിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളുടെ ഏതെങ്കിലും ക്ഷേമത്തിന് വേണ്ടിയല്ല ഉപയോഗിക്കുന്നത്. സർക്കാർ ജീവനക്കാരുടെ ക്ഷേമത്തിനുമല്ല ഉപയോഗിക്കുന്നത്. കാരണം ഇന്ത്യയിൽ 2004 മുതൽ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കി. പങ്കാളിത്ത പെൻഷൻ കിട്ടി അതിൽ നിന്ന് വിരമിച്ച ജീവനക്കാർ ഇന്ന് അതിന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുകയാണ്. അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പെൻഷൻ എന്ന് പറയുന്നത് 900 രൂപയും 1000 രൂപയാണ്. കേരളം, ഞാൻ നേരത്തെ പറഞ്ഞു, സാമൂഹ്യക്ഷേമ പെൻഷൻ നിരക്ക് 1200 രൂപ കൊടുക്കാൻ തീരുമാനിച്ച സംസ്ഥാനമാണ് കേരളം. അവിടെയാണ് 10-12 കൊല്ലം കേന്ദ്ര ഗവൺമെന്റിനെ സേവിച്ചതിന് ശേഷം സർവീസിൽ നിന്ന് വിരമിച്ച് അവരുടെ ആവാത്ത കാലത്ത് അയാൾക്ക് പങ്കാളിത്ത പെൻഷന്റെ ഭാഗമായി കിട്ടുന്ന പെൻഷൻ 900 രൂപയും 1000 രൂപയും ആകുന്നത്. മടക്കിയിൽ നിന്നും മാഞ്ഞ മെഡിക്കൽ കോളേജ്. ചില നിരാശകളും ഈ ബജറ്റ് വയനാടിന് നൽകുന്നുണ്ടെന്ന് പറയാതെ വയ്യ. ഏറെ പ്രതീക്ഷയോടെ വയനാട്ടുകാർ കണ്ട മടക്കിമലയിലെ മെഡിക്കൽ കോളേജ് നിർദ്ദിഷ്ട ഭൂമിയിൽ ഇല്ല. വയനാട് മെഡിക്കൽ കോളേജിനായി മടക്കിമലയിൽ ഏറ്റെടുത്ത 50 ഏക്കർ ഭൂമിയിൽ മെഡിക്കൽ കോളേജ് നിർമ്മാണം നടക്കില്ലെന്ന് ആദ്യം പുറംലോകത്തെ അറിയിച്ചത് വയനാട് വിഷൻ. നിർദ്ദിഷ്ട മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിനായി സർക്കാർ ഏറ്റെടുത്ത മടക്കിമലയിലെ 50 ഏക്കർ ഭൂമിയിൽ പ്രകൃതി ദുരന്ത സാധ്യതയുണ്ടെന്ന ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അധികൃതരുടെ മുന്നറിയിപ്പിനെ തുടർന്നാണ് അനിശ്ചിതത്വം ഉടലെടുത്തത്. ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അധികൃതർ മടക്കിമലയിലെ ഭൂമി സംബന്ധിച്ച് പ്രാഥമിക റിപ്പോർട്ട് ജില്ലാ കളക്ടർക്ക് സമർപ്പിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ നിർദ്ദിഷ്ട ഭൂമിയിൽ വിദഗ്ധ പഠനം നടത്താൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കണമെന്നഭ്യർത്ഥിച്ച് കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് നൽകിയിരുന്നു. വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിർദ്ദിഷ്ട ഭൂമിയിൽ നിർമ്മാണം വേണ്ടെന്ന് വയ്ക്കാൻ സർക്കാർ തീരുമാനിച്ചത്. കോട്ടത്തറ വില്ലേജിൽ 1058 റീസർവേ നമ്പറിലുള്ള പുളിയാർമലയ്ക്കും മടക്കിമലയ്ക്കിടയ്ക്കുള്ളതാണ് 50 ഏക്കർ കാപ്പിത്തോട്ടം. കഴിഞ്ഞ ഓഗസ്റ്റിൽ വ്യാപകമായുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളെ തുടർന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ അഭ്യർത്ഥന മാനിച്ച ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ മടക്കിമലയിലെ സ്ഥലം സന്ദർശിച്ചത്. ഈ ഭൂമിയിൽ സ്വാഭാവിക നീർച്ചാലുകളുണ്ട്. നിർമ്മാണ പ്രവൃത്തികളുടെ പേരിൽ ഇവയുടെ ഒഴുക്ക് തടസ്സപ്പെട്ടാൽ വൻതോതിലുള്ള മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും കാരണമാകുമെന്നാണ് ജിയോളജിക്കൽ അധികൃതർ സൂചന നൽകിയത്. 2012 സംസ്ഥാന ബജറ്റിലാണ് വയനാട്ടിൽ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പ്രഖ്യാപിച്ചത്. വയനാടിന് പുറമെ പത്തനംതിട്ട ജില്ലയിലെ കോന്നി, ഇടുക്കി, മഞ്ചേരി, കാസർഗോഡ് ജില്ലയിലെ ബദിയടുക്ക എന്നിവിടങ്ങളിലും സംസ്ഥാന സർക്കാർ പുതുതായി മെഡിക്കൽ കോളേജുകൾ പ്രഖ്യാപിച്ചിരുന്നു. മറ്റു ജില്ലകളിൽ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട നടപടികൾ പുരോഗമിക്കുകയാണ്. വയനാട് മെഡിക്കൽ കോളേജ് മാത്രമാണ് ഇപ്പോഴും കടലാസിൽ ശേഷിക്കുന്നത്. ഇതിനിടെ മുട്ടിൽ നോർത്ത് വില്ലേജിൽ ചിലർ അനധികൃതമായി കൈവശം വെച്ചതിനെ തുടർന്ന് റവന്യൂ വിഭാഗം പിടിച്ചെടുത്ത 60 ഏക്കർ ഭൂമി വയനാട് മെഡിക്കൽ കോളേജിനായി ഉപയോഗിക്കാൻ കഴിയുമോ എന്ന് പരിശോധിക്കണമെന്ന് LDF ജില്ലാ കമ്മിറ്റി നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. മുട്ടിൽ നോർത്ത് വില്ലേജിൽ കൊളവേൽ സെന്റ് ജോർജ് AUP സ്കൂളിന് സമീപത്തെ 643, 713 സർവേ നമ്പറുകളിൽപ്പെടുന്ന 60 ഏക്കർ ഭൂമിയാണ് സർക്കാരിലേക്ക് നിക്ഷിപ്തമായത്. ഏതായാലും വർഷങ്ങളായി വയനാടൻ ജനതയുടെ സ്വപ്ന പദ്ധതിയായി പ്രഖ്യാപിച്ചിരുന്ന വയനാട് മെഡിക്കൽ കോളേജ് വീണ്ടും അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങുകയാണ്.
അനുബോർഗീസ്, വയനാട് വിഷൻ, കൽപ്പറ്റ. വയനാട് മെഡിക്കൽ കോളേജിന്റെ നിർമ്മാണം ഈ സാമ്പത്തിക വർഷം തന്നെ ആരംഭിക്കുമെന്ന് CK ശശീന്ദ്രൻ MLA. മെഡിക്കൽ കോളേജിനായി അനുയോജ്യമായ ഭൂമി ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് ഉടൻ കണ്ടെത്തും. മെഡിക്കൽ കോളേജ് നിർമ്മാണത്തിന് ആവശ്യമായ തുക അനുവദിച്ചതായി ധനകാര്യമന്ത്രി വ്യക്തമാക്കിയതായും MLA. വയനാട് മെഡിക്കൽ കോളേജിന് ആവശ്യമായ തുകയും മറ്റു കാര്യങ്ങളും കിഫ്ബിയിൽ ഉൾപ്പെടുത്തി നേരത്തെ ഗവൺമെന്റ് അനുവദിച്ചായിരുന്നു. പ്രളയത്തെ തുടർന്നുണ്ടായ പാരിസ്ഥിതിക പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠന റിപ്പോർട്ട് അനുസരിച്ച് നിലവിലുള്ള സ്ഥലത്ത് കെട്ടിടം പണിയുന്നതിനുള്ള പ്രയാസങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇത് ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും വയനാടിലെ ജനങ്ങളേറെ പ്രതീക്ഷയോടെ ആയിരുന്നു വയനാട് മെഡിക്കൽ കോളേജിനെ കണ്ടിരുന്നത്. അത് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി പുതിയ സ്ഥലം മേടിക്കുന്നതിന് ആദ്യമായിട്ടാണ് മെഡിക്കൽ കോളേജിന് സ്ഥലം മേടിക്കുന്നതിന് വേണ്ടി തുക വകയിരുത്തിയിരിക്കുന്നത്. അനുയോജ്യമായ സ്ഥലം കണ്ടെത്തുന്നതിന് വേണ്ടി ബജറ്റിൽ തുക വകയിരുത്തിയിരിക്കുകയാണ്. ജില്ലാ കളക്ടറുമായി ബന്ധപ്പെട്ട് വളരെ പെട്ടെന്ന് സ്ഥലം കണ്ടെത്തി മെഡിക്കൽ കോളേജ് ഈ സാമ്പത്തിക വർഷം തന്നെ അതിന്റെ പ്രാരംഭ നടപടികൾ ആരംഭിക്കാൻ കഴിയുമെന്ന് ആലോചിക്കണം. ആവശ്യമായ തുക വകയിരുത്തുമെന്നും ബജറ്റിൽ കിഫ്ബിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജിന് ആവശ്യമായ തുക ഉണ്ടാകുമെന്ന് ബജറ്റ് പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് ധനകാര്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക്. വീണ്ടും കടുവയുടെ ആക്രമണം. കർണാടക അതിർത്തിയിൽ മച്ചൂരിൽ കർഷക തൊഴിലാളി കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. കാട്ടുനായ്ക്ക വിഭാഗത്തിൽപ്പെട്ട കുള്ളനാണ് കൊല്ലപ്പെട്ടത്. ഇന്ന് 3:30 വീടിന് ചേർന്നുള്ള വയലിൽ വെച്ചാണ് സംഭവം. മച്ചൂർ ചേമ്പുംകുലി കോളനിയിലെ കുള്ളൻ എന്ന മാരൻ 30-നെയാണ് കടുവ ഓടിച്ചിട്ട് കടിച്ചു കൊന്നത്. കബനി പുഴ തീരത്തുള്ള വയലിൽ പശുക്കളെ തിരയുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായി മാരന്റെ നേർക്ക് കടുവ ചാടി കഴുത്തിന് പിടിച്ചത്. പ്രദേശത്ത് 100ഓളം വനപാലകരും പോലീസും കാവലേർപ്പെടുത്തിയിട്ടും കടുവയെ പിടികൂടാനോ വെടിവെച്ച് പിടിക്കാനോ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസം സമീപത്തെ നാഗമ്മ എന്ന വീട്ടമ്മ കടുവയെ പേടിച്ച് ഓടി വീട്ടിൽ കയറിയിരുന്നു. ഇതോടെ 4 പേരാണ് നരഭോജി കടുവയുടെ ആക്രമണങ്ങൾക്ക് ഇരയായത്. ഒരു മാസം മുമ്പ് 9ഓളം പശുക്കളും 12ഓളം ആടുകളെയും കടുവ കൊന്നു തിന്നിരുന്നു. 2 ദിവസം മുമ്പ് പുലർച്ചെ മജ്ജ എന്ന വീട്ടമ്മയുടെ 2 ആടുകളെ കടുവ കടിച്ചു കൊന്നു. പ്രകോപിതരായ നാട്ടുകാർ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് മൈസൂർ ഹൈവേ ഉപരോധിക്കുകയാണ്. ഇതോടെ അതിർത്തി ഗ്രാമമായ ബാവലി, പെരിക്കുലൂർ, ചണമംഗലം പ്രദേശവാസികളും വൻ ആശങ്കയിലാണ്. സുരേഷ് ബാബു, വയനാട് വിഷൻ, കാട്ടിക്കുളം. പ്രായപൂർത്തിയാകാത്ത ഗോത്ര പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവം കോൺഗ്രസ് നേതാവ് OM ജോർജിനായി അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഒളിവിൽ പോയ ഇയാൾക്കായി അയൽ സംസ്ഥാനങ്ങളിലടക്കമാണ് പോലീസ് തിരച്ചിൽ നടത്തുന്നത്. ഇതിനിടെ മുൻകൂർ ജാമ്യത്തിനായി പ്രതി ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നതായും സൂചനയുണ്ട്. മൈസൂരുവിലോ ബംഗളൂരുവിലോ ഉണ്ടാകുമെന്നാണ് അടുത്ത ബന്ധുക്കളിൽ ചിലർ പോലീസിന് നൽകിയ സൂചന. ബംഗളൂരുവിൽ താമസിക്കുന്ന ജോർജിന്റെ ഉറ്റ ബന്ധുക്കളെക്കുറിച്ചുള്ള വിവരങ്ങളും ബന്ധുക്കൾ പോലീസിന് കൈമാറിയിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളറിയാൻ അന്വേഷണ സംഘം ഇന്ന് ഉച്ചയോടെ കർണാടകയിലേക്ക് തിരിച്ചു. ജോർജ് കോടതിയിൽ കീഴടങ്ങുമോ എന്ന സംശയവും പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെ ബത്തേരി, കൽപ്പറ്റ, മാനന്തവാടി കോടതികളിലെത്തുന്നവർ പോലീസ് നിരീക്ഷണത്തിലാണ്. പീഡനത്തിനിരയായ പെൺകുട്ടി ഇന്നലെ രാത്രി ബത്തേരി ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് മുൻപാകെ രഹസ്യമൊഴി നൽകി. ഇതിന്റെ പകർപ്പ് ഇന്ന് പോലീസ് ആവശ്യപ്പെടും. ഇതേസമയം ജോർജിനെയും സഹായികളെയും പിടികൂടിയില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിനൊരുങ്ങുമെന്ന് ആദിവാസി ക്ഷേമസമിതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ബത്തേരി അർബൻ ബാങ്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയില്ലെങ്കിൽ ഡിവൈഎഫ്ഐയും പ്രക്ഷോഭം ശക്തമാക്കാൻ സാധ്യതയുണ്ട്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ഗോത്ര വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവിനെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും സംഭവം ഒതുക്കി തീർക്കാൻ ശ്രമിച്ച കോൺഗ്രസ് നേതാക്കളെയും അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് SFI ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു. പ്രതിഷേധ പരിപാടിക്ക് നേതാക്കളായ ഋതുശോഭ്, വിനീഷ്, ഇജാസ് എന്നിവർ നേതൃത്വം നൽകി. വേനൽ കനത്തു. വന്യജീവി സങ്കേതം ഫെബ്രുവരി 15-ന് അടയ്ക്കും. കാട്ടുതീ ഭീഷണിയും സഞ്ചാരികളുടെയും വന്യമൃഗങ്ങളുടെയും സുരക്ഷയും കണക്കിലെടുത്താണ് വന്യജീവി സങ്കേതത്തിലേക്കുള്ള സഞ്ചാരികളുടെ പ്രവേശനം നിരോധിക്കുന്നത്. ഏപ്രിൽ 15 വരെയാണ് നിരോധനം. വേനൽക്കനത്ത് കാട് ഉണങ്ങിയതോടെ വയനാട് വന്യജീവി സങ്കേതത്തിലെ കാനന സവാരി 2 മാസത്തേക്ക് വനംവകുപ്പ് നിരോധിക്കുകയാണ്. ഫെബ്രുവരി 15 മുതൽ ഏപ്രിൽ 15 വരെയാണ് നിരോധനം. വേനൽക്കനത്ത് കാട് ഉണങ്ങിയതോടെ കാട്ടുതീ ഭീഷണി നിലനിൽക്കുന്നതും അയൽ സംസ്ഥാനങ്ങളിലെ സങ്കേതങ്ങളിൽ നിന്നും വന്യമൃഗങ്ങളുടെ വരവ് വർദ്ധിച്ചതും ഇത് സഞ്ചാരികളുടെ കാനന സവാരിക്ക് ഭീഷണിയാവുന്നതും കാരണമാണ്. ശക്തമായ വേനൽമഴ ലഭിച്ചില്ലെങ്കിൽ നിരോധന കാലയളവ് നീട്ടും. കഴിഞ്ഞ വർഷവും ഫെബ്രുവരി 15 മുതൽ 2 മാസം വന്യജീവി സങ്കേതത്തിലെ കാനന സവാരി നിരോധിച്ചിരുന്നു. വന്യജീവി സങ്കേതത്തിലെ മുത്തങ്ങ, തോൽപ്പെട്ടി എന്നിവിടങ്ങളിലാണ് രാവിലെയും വൈകിട്ടും കാനന സവാരിയുള്ളത്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. മാനന്തവാടിയിലെ ഹോട്ടലുകളിൽ നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിൽ പഴകിയ ഭക്ഷണ വസ്തുക്കൾ പിടിച്ചെടുത്തു. 15ഓളം ഹോട്ടലുകളിലാണ് രാവിലെ 6 മണി മുതൽ പരിശോധന നടത്തിയത്.
മാനന്തവാടി നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും നഗരസഭാ ആരോഗ്യവകുപ്പ് ജീവനക്കാർ നടത്തിയ പരിശോധനയിൽ വിവിധ ഹോട്ടലുകളിൽ നിന്നായി പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടി. രാവിലെ 6 മണി മുതലാണ് പരിശോധന ആരംഭിച്ചത്. പോസ്റ്റ് ഓഫീസ് പരിസരത്തെ നിഹാൽ, ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ തൗഫീഖ്, ബസ് സ്റ്റാൻഡ് പരിസരത്തെ സാഗർ, ധനശ്രീ തലശ്ശേരി റോഡിലെ വിന്നേഴ്സ്, വള്ളിയൂർക്കാവ് റോഡിലെ CRMS എന്നിവിടങ്ങളിൽ നിന്നാണ് പഴകിയ ഭക്ഷണ സാധനങ്ങൾ പിടികൂടിയത്. 15 ഹോട്ടലുകളിലാണ് പരിശോധന നടത്തിയത്. 9 ഹോട്ടലുകൾക്ക് മുന്നറിയിപ്പ് നോട്ടീസ് നൽകി. ആദ്യഘട്ടത്തിൽ മുന്നറിയിപ്പ് നോട്ടീസ് നൽകിയിട്ടും നിയമലംഘനം നടത്തിയ ഹോട്ടലുകൾക്ക് വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയതായും വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ഹോട്ടലുകൾ അടച്ചുപൂട്ടാൻ ഉത്തരവ് നൽകുമെന്നും വള്ളിയൂർക്കാവ് ഉത്സവത്തോടനുബന്ധിച്ച് പരിശോധന വരും ദിവസങ്ങളിൽ തുടരുമെന്നും അധികൃതർ വ്യക്തമാക്കി. 15ഓളം ഹോട്ടലുകളിൽ പരിശോധന നടത്തി. രാവിലെ 6 മണിക്ക് തുടങ്ങിയ പരിശോധന 9 മണിയോടുകൂടിയാണ് അവസാനിച്ചത്. അതിൽ 6 ഹോട്ടലുകളിൽ നിന്ന് പഴകിയതും ഭക്ഷ്യയോഗ്യമല്ലാത്തതുമായ ഭക്ഷണ സാധനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. ഇത് എല്ലാം പരിശോധിച്ചതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഭക്ഷണ സാധനങ്ങൾ ആയിരുന്നു പിടിച്ചെടുത്തിട്ടുള്ളത്. ഇതിലൊരു നിയമവശം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു പ്രാവശ്യം നമുക്ക് ഫൈൻ അടപ്പിച്ച് മാപ്പപേക്ഷ നൽകി ഫൈൻ അടപ്പിച്ച് ഈ കുറ്റം രാജിയാക്കാം. പക്ഷേ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷം കണ്ടുവരുന്നുണ്ട് നഗരസഭാ പരിധിയിലെ ഹോട്ടലുകൾ. അതിൽ ശക്തമായ നടപടികൾ എടുക്കുന്നതാണ്. അവരിൽ നിന്ന് വിശദീകരണം വാങ്ങും. വിശദീകരണം നഗരസഭയ്ക്ക് സെക്രട്ടറിക്ക് ബോധ്യമല്ല എന്നുണ്ടെങ്കിൽ ശക്തമായ നടപടി ഉണ്ടാകും. അടച്ചുപൂട്ടുന്ന ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുന്നതാണ്. ഹെൽത്ത് ഇൻസ്പെക്ടർ VA വിൻസെന്റ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ PT ബിനോജ്, R ഉണ്ണിക്കണ്ണൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഷമീർ, വയനാട് വിഷൻ, മാനന്തവാടി. പടിഞ്ഞാറത്തറയിൽ പട്ടാപ്പകൽ വൃദ്ധയായ വീട്ടമ്മയെ ആയുധം കാണിച്ച് ഭീഷണിപ്പെടുത്തി മോഷണം. 1 ലക്ഷത്തോളം രൂപ മോഷ്ടിച്ചു. പടിഞ്ഞാറത്തറ വീട്ടിക്കാമുല കുത്തിനി കുഞ്ഞബ്ദുള്ള ഹാജിയുടെ വീട്ടിലാണ് കഴിഞ്ഞ ദിവസം ഉച്ചയോടെ മോഷണം നടന്നത്. വീട്ടിലുണ്ടായിരുന്ന 3 സ്ത്രീകൾ പുറത്തിറങ്ങിയ സമയം നോക്കിയാണ് പടിഞ്ഞാറത്തറ കൽപ്പറ്റ റോഡരികിലെ വീട്ടിൽ അജ്ഞാതരായ 2 പേരെത്തിയത്. ഇവർ വീട്ടിലുണ്ടായിരുന്ന കുഞ്ഞബ്ദുള്ള ഹാജിയുടെ ഭാര്യ ഫാത്തിമയെ വീട്ടിനുള്ളിലേക്ക് കയറ്റി വാതിലടച്ച് വീട്ടിനുള്ളിലുണ്ടായിരുന്ന കത്തിയെടുത്ത് ഭീഷണിപ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ഇവരുടെ കയ്യിലുണ്ടായിരുന്നതും അലമാരയിൽ സൂക്ഷിച്ചിരുന്നതുമായ 1 ലക്ഷത്തോളം രൂപയും 2 ഗ്രാമോളം വരുന്ന മോതിരവും കൈവശപ്പെടുത്തി. ശേഷം മോഷ്ടാക്കൾ രക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ഒരു തെളിവ് പറഞ്ഞ് ഞങ്ങളുടെ ഇവിടെ ആരുമില്ല. അങ്ങനെ നേർക്ക് അകത്ത് പോയി എല്ലാം വലിച്ചിട്ട് ഉള്ള പൈസയെല്ലാം എടുത്ത് തിരിയാനൊന്നുമില്ല. ഞാൻ പറഞ്ഞ് വലിച്ചൊന്നും ഇടണ്ട, ഞാൻ എടുത്തുതരാം, പാപ്പാനെയും വിളിച്ചിട്ട്. പോലീസിൽ വിവരമറിച്ചതിനെ തുടർന്ന് കൽപ്പറ്റ DYSP ഉൾപ്പെടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മോഷ്ടാക്കൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. വയനാട് വിഷൻ, പടിഞ്ഞാറത്തറ. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് പുനർനിർമ്മാണം നിലച്ചു. റോഡ് കടന്നുപോകുന്ന ഭാഗങ്ങളിലെ സ്ഥലമുടമകൾ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചതോടെയാണ് പ്രവൃത്തികൾ നിർത്തിവെച്ചത്. റോഡ് പണി നിലച്ചതിൽ പ്രതിഷേധവുമായി വിവിധ സംഘടനകളും നാട്ടുകാരും രംഗത്തെത്തി. 17.775 കിലോമീറ്റർ ദൂരമുള്ള ഈ റോഡ് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 56.66 കോടി രൂപ ചിലവഴിച്ച് പുതുക്കി പണിയാനിരുന്നതാണ്. എന്നാൽ 25ഓളം ആളുകൾ കോടതിയെ സമീപിച്ചതോടെ പണികൾ നിർത്തിവെക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. പരാതികൾ പരിഹരിച്ചതിനു ശേഷം മാത്രമേ അത്തരം സ്ഥലങ്ങളിൽ പണി നടത്താവൂ എന്ന് കോടതി കർശന നിർദ്ദേശം നൽകിയതായി ഗവൺമെന്റ് പ്ലീഡർ അറിയിച്ചതിനെ തുടർന്നാണ് നടപടി. ഇതോടെ റോഡ് വീതി കൂട്ടൽ, കലുകുകൾ പുതുക്കിപ്പണിയിൽ, സംരക്ഷണ ഭിത്തി നിർമ്മാണം എന്നീ പണികളെല്ലാം നിലച്ചു. 1.5 വർഷം കരാർ കാലാവധിയുള്ള റോഡ് പണി 1 വർഷത്തിനകം പൂർത്തീകരിക്കുവാൻ വേണ്ട നടപടികൾ ഊർജിതമാക്കുന്നതിനിടെയാണ് പുതിയ പ്രതിസന്ധി. റോഡ് പണി നിലച്ചെന്ന വാർത്തയറിഞ്ഞതോടെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തി. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് പണി നിലച്ചതിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാവുമന്തം യൂണിറ്റും പ്രതിഷേധിച്ചിരുന്നു. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് പണി നിർത്തിവെച്ച സാഹചര്യം ചർച്ച ചെയ്യുന്നതിനു വേണ്ടി 2-ാം തീയതി പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിൽ CK ശശീന്ദ്രൻ MLA നേതൃത്വത്തിൽ യോഗം ചേരും. ഈ സ്റ്റേറ്റ് ഹൈവേന്റെ ലെവലിലേക്ക് എത്തിയതിനു ശേഷം ഇത്രയും വൈകിട്ട് പോലും ഇത് നടക്കാത്തതിന്റെ പേരിൽ, റോഡ് വികസനം നടക്കാത്തതിന്റെ പേരിൽ റോഡ് ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ച് വിവിധ സമരപരിപാടികളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെയൊക്കെ ശ്രമഫലമായി പല സംഘടനകളുടെയും ആക്ഷൻ കമ്മിറ്റികളുടെയും പൊതുജനങ്ങളൊക്കെ സമ്മർദ്ദഫലമായി, രാഷ്ട്രീയ പാർട്ടികളൊക്കെ സമ്മർദ്ദഫലമായിട്ടാണ് ഈ റോഡ് ഇത്ര വലിയൊരു പദ്ധതിയിലേക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. എന്നാലും വളരെ നല്ല രീതിയിൽ പണി തുടർന്നു വരുന്ന സമയത്താണ് ഏതാനും ആളുകൾ ചേർന്ന് ഹൈക്കോടതിയിൽ ഒരു പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റോഡ് കഴിഞ്ഞ ദിവസം പണി നിർത്തിവെക്കേണ്ട അവസ്ഥ വരികയും ചെയ്തിട്ടുണ്ട്. കൽപ്പറ്റ വാരാമ്പറ്റ റോഡ് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് ഇതിൻ്റെ പ്രവൃത്തി ഈ പ്രദേശത്തെ ആളുകൾ നോക്കിക്കണ്ടത്. വയനാട്ടിലെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമായ ബാണാസുര സാഗർ ഡാമും കർലാട് തടാകം അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് കടന്നു ചെല്ലാൻ
യോഗ്യമായിട്ടുള്ള ഒരു റോഡാണ് കൽപ്പറ്റ വാനാമ്പറ്റ റോഡ്. ഏതാണ്ട് 65 കോടി രൂപയോളം മുടക്കി ഇതിൻ്റെ ടെൻഡർ നടപടികൾ നടക്കുകയും ഇതിൻ്റെ പ്രവൃത്തി വളരെ ദ്രുതഗതിയിലായിരുന്നു ഇതിൻ്റെ പ്രവൃത്തി നടന്നു പോയിട്ടുള്ളത്. ഇപ്പോൾ ചില ആളുകൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലം കയ്യേറി എന്ന പേരിൽ കോടതിയെ സമീപിച്ചുകൊണ്ട് സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്. ഇത് എത്രയും പെട്ടെന്ന് ഇതിനുള്ള പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ഈ റോഡിൻ്റെ പ്രവൃത്തി പൂർത്തിയാക്കുന്നതിനുള്ള നടപടികൾ അധികൃതർ സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വയനാട് വിഷൻ പടിഞ്ഞാറത്തറ. സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി തട്ടിപ്പിനെതിരെ കോൺഗ്രസ് പ്രക്ഷോഭത്തിലേക്ക്. തലപ്പുഴ ഇടിക്കര സ്വദേശിയായ ജോണി പെലക്കുടിയിൽ മഞ്ഞപ്പിത്ത ബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിഞ്ഞിട്ടും ഇൻഷുറൻസ് തുക നൽകാൻ സ്റ്റാർ ഹെൽത്ത് കമ്പനി തയ്യാറാവാത്തതിനെ തുടർന്ന് കോൺഗ്രസ് തലപ്പുഴ മണ്ഡലം കമ്മിറ്റി ഫെബ്രുവരി 4 മുതൽ കമ്പനി മാനന്തവാടി ഓഫീസിന് മുൻപിൽ സമരം നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കമ്പനി തട്ടിപ്പിനെതിരെ പോലീസിൽ പരാതി നൽകിയിട്ടും നടപടി സ്വീകരിക്കുന്നതിനു പകരം പരാതിക്കാർക്കെതിരെ കേസെടുത്ത നിലപാടാണ് മാനന്തവാടി പോലീസ് സ്വീകരിച്ചതെന്നും നേതാക്കൾ ആരോപിച്ചു. വാർത്താസമ്മേളനത്തിൽ നേതാക്കളായ MG ബിജു, ജോസ് പാറക്കൽ, KV ജോൺസൺ, തട്ടിപ്പിനിരയായ ജോണി P ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. ഇൻഷുറൻസ് തട്ടിപ്പിനെതിരെ മാനന്തവാടി ടൗണിൽ വ്യാപകമായി പോസ്റ്ററുകളും പതിച്ചിട്ടുണ്ട്. ജോണിയുടെ സത്യാവസ്ഥ ചോദിക്കുവാനോ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുവാനോ പോലീസ് തയ്യാറായില്ല. മറിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടത്തി ഇൻഷുറൻസ് തുക കൊടുക്കാതിരുന്ന മുതലാളിമാരുടെ അല്ലെങ്കിൽ ബ്ലേഡ് മാഫിയയുടെ വാക്ക് കേട്ട് കേസെടുക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിച്ചത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ വേണ്ടിയുള്ളത് അടിയന്തരമായി ഈ കള്ളക്കേസ് പിൻവലിക്കാൻ പോലീസ് തയ്യാറാവണം. പോലീസ് ധൈര്യമുണ്ടെങ്കിൽ പോലീസ് ചെയ്യേണ്ടത് അവിടുത്തെ CCTV പോലീസ് പരിശോധിക്കണം. വന്യമൃഗശല്യം രൂക്ഷമായി ചെട്ടിയാലത്തൂർ വനഗ്രാമം. പ്രദേശത്തിറങ്ങുന്ന കാട്ടാനകൾ കാർഷിക വിളകൾ വ്യാപകമായാണ് നശിപ്പിക്കുന്നത്. പുനരധിവാസ പ്രദേശമായതിനാൽ വനം വകുപ്പ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കുന്നില്ലെന്നും ആക്ഷേപം. വനാന്തര ഗ്രാമമായ ചെട്ടിയാലത്തൂരിൽ വന്യമൃഗങ്ങൾ കൃഷി നശിപ്പിക്കുന്നതിനോടൊപ്പം ജീവനും ഭീഷണി സൃഷ്ടിക്കുകയാണ്. സ്വയം സന്നദ്ധ പുനരധിവാസത്തിലൂടെ ഇവിടെ നിന്ന് 80 കുടുംബങ്ങൾ മാറി താമസിച്ചതോടെ ഈ പ്രദേശവും വനത്തിന്റെ ഭാഗമായി. രാത്രിയും പകലും ഒരുപോലെ പ്രദേശത്തിറങ്ങുന്ന കാട്ടാനകൾ കാർഷിക വിളകൾക്കും ജീവനും ഒരുപോലെ ഭീഷണിയാണ്. വന്യമൃഗശല്യത്തിന് വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കാറില്ലെന്നും നാട്ടുകാർ പറയുന്നു. കഴിഞ്ഞ ദിവസം പ്രതീഷ് ചാടകപ്പുര, രമേശ് അമ്പഴാടി, രാഘവൻ ചെട്ടി, സുധാകരൻ തുടങ്ങിയവരുടെ ആയിരക്കണക്കിന് വാഴകളാണ് കാട്ടാന നശിപ്പിച്ചത്. ആദിവാസികളുടെ പുനരധിവാസവും പൂർത്തീകരിച്ചിട്ടില്ല. நாங்கள் ஒரு தாகந்து வீட்டு பிரியர் 2 குடும்பமும் நாங்கள் ஓட்ட ஸ்கூல் பிரியக்கு ஒரு 5 எണ്ണം മാത്രമേ ഉള്ളൂ. അത്തരത്തെ കുടുംബങ്ങളാണ് ഞങ്ങൾക്ക് ചെയ്യാനും ചെല്ലാൻ മനസ്സാക്കി. അതിനെ കൂടാത്ത വായ നട്ടുകാഞ്ചി ഇപ്പോൾ ഭയങ്കര കിട്ടാൻ തൊഴിലില്ലാത്ത കാര്യം. ഞങ്ങളിപ്പോൾ കാടും പാച്ചിരിയാണ് കൊണ്ടുപോകും അങ്ങെത്തിക്കും. നേരം പൊളുക്കത്തെ മുന്നേയും കൂടി നേരെ 7-8 മണി അത്തനും ഉണ്ടായി ഈ വായത്തോട്ടത്തിൽ താനെ പോകാൻ നിന്ന ഇന്ന് എൻ്റെ ആർന്ന് പോയ പോക്കെത്തരേ 7 ആഴ്ച കൂടി ആനേനെ ഇവരെ ഒച്ചോട്ട് പായിച്ചാൻ്റെ ആനെ പോയത്. ആ സമയം വരെയൊക്കെ നാങ്ക ഞങ്ങൾ സ്ഥിതി ജീവൻ പൊടിച്ചു വെക്കേണ്ട മാത്രം നാങ്കളാണ്. പ്രദേശത്ത് ശേഷിച്ച താമസക്കാർക്ക് വന്യമൃഗങ്ങളിൽ നിന്ന് സംരക്ഷണവും ഇവ മൂലമുണ്ടാകുന്ന കൃഷിനാശത്തിന് നഷ്ടപരിഹാരവും നൽകാൻ വനം വകുപ്പ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. കാലാകാലമായി ഞങ്ങൾ ചെട്ടിയാലത്തൂർ ജീവിച്ചു വരുന്നത്. ഈ വർഷത്ത് ഭയങ്കര ആനയൊരു ശല്യമുണ്ട്. ഞങ്ങളിപ്പോൾ 1800 വാഴപ്പത്തിന് നട്ടതാണ്. അതിലിപ്പോൾ 1000-ഓളം വാഴ തീർത്തു. ഇതിന് പകുതിയുള്ളൂ. അത് തീർക്കും എന്തായാലും. അതിന് ഞങ്ങളിനി ശ്രദ്ധിക്കുന്ന ആന തിരും. ഈ ഫോറസ്റ്റുകാരോട് പറയുമ്പോൾ അവർ ഫോട്ടോ എടുത്ത് കൊടുക്കാനൊക്കെ പറയുന്നുണ്ട്. ഇനി ജീവിക്കാൻ വേണ്ടി ഇതൊക്കെ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ കാട്ടുമൃഗത്തിൻ്റെ ശല്യം കൂടി ആകുമ്പോൾ ഇതാകുമ്പോൾ ഇനിയിപ്പോൾ വനം വകുപ്പിനോട് പറയുമ്പോൾ അവർ പറയും 10 ലക്ഷത്തിന് നിങ്ങൾക്ക് പോയിക്കൂടെ ചോദിക്കുമ്പോൾ 10 ലക്ഷം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റും. 2 പിള്ളേരുണ്ടാവും, അവർ കുടുംബം ഉണ്ടാവും, അവർക്ക് ജീവിക്കേണ്ട വീട് വേണം, സ്ഥലം വേണം. ഇപ്പോൾ പോയവർ തന്നെ ബുദ്ധിമുട്ടിലാണ് ജീവിക്കുന്നത്. അതിന് കൂടെ ഞങ്ങളും കൂടി ബുദ്ധിമുട്ടി ജീവിക്കണം. അതിനുകാട്ടി ഇവിടെ തന്നെ ജീവിക്കുന്ന സുഖം, അല്ലെങ്കിൽ ഇവിടെ മരിക്കുന്ന സുഖം. വയനാട് വിഷൻ, ചീരാൽ. ടേക്ക് ഓഫ് 2019 എന്ന പേരിൽ CBSE സ്കൂളുകളിലെ സീനിയർ കുട്ടികൾക്ക് വേണ്ടിയുള്ള അഖില വയനാട് ക്യാമ്പ് കോളിവയലിൽ സൈൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. വയനാട് സഹോദയ കോംപ്ലക്സും CBSE സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനും സംയുക്തമായി നടത്തുന്ന ക്യാമ്പിൽ വയനാട്ടിൽ നിന്നും പുറത്തുനിന്നുമുള്ള പ്രശസ്തരായ കൗൺസിലിംഗ് വിദഗ്ധരാണ് ക്ലാസുകൾ എടുത്തത്. മാനന്തവാടി ജില്ലാശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ജിതേഷ് കൗമാരക്കാരുടെ ആരോഗ്യരക്ഷയെപ്പറ്റിയും DYSP പ്രിൻസ് എബ്രഹാം സൈബർ സുരക്ഷയെപ്പറ്റിയും ക്ലാസുകൾ എടുത്തു. സഹോദയ പ്രസിഡന്റ് സീറ്റ ജോസ്, സെക്രട്ടറി ഷമീർ ഗസാലി എന്നിവർ സംസാരിച്ചു. വയനാട്ടിലെ 28 CBSE സ്കൂളുകളിൽ നിന്നുള്ള 72 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. And if you have some brilliance to do the work, and you said, there's a point in doing that. There's a point. Namukku cheyan nokku. ഉപകാരം നമ്മൾ സാങ്കേതിക ചെയ്യുമ്പോൾ ബോറടിക്കും.
that is the thing. So when you watch TV, you can watch TV for 3 hours, 4 hours. You don't get bored, do you? You will flip through, next. But while you watch TV for 3 hours, and if your mom asks you to take physics book and start studying, come on, TV of book it. ഇനി വയനാട്ടിൽ തിറകളുടെ കാലം. ദേശത്തിന്റെ സമൃദ്ധിക്കായി നൂറ്റാണ്ടുകളായി വയനാട്ടിൽ തിറ മഹോത്സവം നടത്തിവരുന്നുണ്ട്. തരുവണ, കരിങ്ങാരി, പുതിക്കോട്ടിടം പരദേവതാ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 3 ദിവസമായി നടന്നുവന്ന ആറാട്ട് തിറ മഹോത്സവത്തിന് സമാപനമായി. ഈ ക്ഷേത്രത്തിലെ തിറയോടുകൂടിയാണ് ജില്ലയിലെ തിറ മഹോത്സവം സജീവമാകുന്നത്. തരുവണ, കരിങ്ങാരി, പുതുക്കോട്ടിടം പരദേവതാ ക്ഷേത്രത്തിലെ തിറയോടുകൂടിയാണ് ജില്ലയിലെ തിറമഹോത്സവങ്ങൾ സജീവമാകുന്നത്. നാടിന്റെ അഭിവൃദ്ധിക്കും പുരോഗതിക്കും നൂറ്റാണ്ടുകളായി ജില്ലയിൽ തിറയാട്ടം നടത്തിവരുന്നുണ്ട്. പുതുക്കോട്ടിടം ക്ഷേത്രത്തിലെ മുടപ്പൂതം തിറ ജില്ലയിലെ തന്നെ അപൂർവമാണ്. കാൽമുട്ടുവേദനയ്ക്ക് നാളികേര ശരീരത്തിലൊഴിഞ്ഞ് ദൈവത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് പ്രശസ്തമാണ്. ഇതിനായി അന്യദേശത്തു നിന്ന് പോലും ഭക്തജനങ്ങൾ ഇവിടെ എത്താറുണ്ട്. ഭഗവതി, ഇളങ്കരുവൻ, മലക്കാരി തിറകളും ക്ഷേത്രത്തിൽ നടന്നു. ക്ഷേത്ര മഹോത്സവത്തിന് തന്ത്രി കുഞ്ഞിക്കേശവൻ എമ്പ്രാന്തിരി, ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ വബിലേരി സുബ്രഹ്മണ്യൻ എമ്പ്രാന്തിരി തുടങ്ങിയവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. വിജിത്ത്, വയനാട് വിഷൻ, വെള്ളമുണ്ട. തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന ചെസ് ചാമ്പ്യൻഷിപ്പ് അണ്ടർ-17 രണ്ടാം സ്ഥാനവും കൽക്കത്തയിൽ നടക്കുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുവാൻ യോഗ്യതയും നേടിയ മീനങ്ങാടി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് ഹൈസ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനി അനുഷയെ സ്കൂൾ മാനേജ്മെന്റും PTA-യും അനുമോദിച്ചു. മീനങ്ങാടി ടൗണിൽ നടന്ന സ്വീകരണത്തിന് ശേഷം സ്കൂളിൽ നടന്ന അനുമോദന സമ്മേളനം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ PI മാത്യു, PTA പ്രസിഡന്റ് ജോഷി മാമുട്ടത്ത്, ഇന്ത്യൻ ചെസ് അക്കാദമി പ്രസിഡന്റ് കൽപ്പന ബിജു എന്നിവർ സംസാരിച്ചു. പാലക്കാമുല മാലിക്കാലപ്പറമ്പിൽ സുനിൽ, രജിത ദമ്പതികളുടെ മകളാണ് അനുഷ. സമഗ്ര ശിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി വെള്ളിയാഴ്ച മുതൽ മാനന്തവാടി മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ശാസ്ത്രപഥം സഹവാസ ശില്പശാല നടത്തും. ഫെബ്രുവരി 3 വരെയാണ് ശില്പശാല. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പ്, കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പ്, മേരിമാത കോളേജ് ഇന്റേണൽ ക്വാളിറ്റി അഷുറൻസ് സെൽ എന്നിവയുടെ സഹകരണത്തോടെയാണ് സഹവാസ ശില്പശാല നടത്തുന്നത്. സംസ്ഥാനത്തെ വിവിധ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന ശാസ്ത്രാഭിരുചിയുള്ള 60+1 വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുക്കും. മാനന്തവാടി മേരിമാത കോളേജിൽ MS സ്വാമിനാഥൻ റിസർച്ച് ഫൗണ്ടേഷനിലെ മുതിർന്ന ശാസ്ത്രജ്ഞൻ ഡോക്ടർ VV ശിവൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സാവിയോ ജെയിംസ് അധ്യക്ഷത വഹിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. സമഗ്ര ശിക്ഷ കേരളയും കേരള ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ വകുപ്പും പൊതുവിദ്യാഭ്യാസ വകുപ്പും മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജും സംയുക്തമായി വയനാട്ടിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരിൽ ശാസ്ത്ര ആഭിമുഖ്യം വളർത്താൻ വേണ്ടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു പഠന ക്യാമ്പ് മേരിമാത ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ വെച്ച് നടത്തുകയാണ്. ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സയൻസ് ഓപ്ഷനായിട്ട് എടുത്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ക്യാമ്പ് നടത്തുന്നത്. വിവിധ വിഷയങ്ങളെ അധികരിച്ചുള്ള പ്രഭാഷണങ്ങളും ഒപ്പം ഫീൽഡ് വിസിറ്റ്, അതുപോലെ തന്നെ ലബോറട്ടറി എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുള്ള അവസരങ്ങൾ, അങ്ങനെ ധാരാളം എക്സ്പോഷർ കുട്ടികൾക്ക് കിട്ടുന്ന രീതിയിലാണ് ഈ പരിശീലനം ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU റിസോർട്ട്, ഹോം സ്റ്റേ, സർവീസ് വില്ല, ലോഡ്ജിംഗ് തൊഴിലാളികളുടെ മാനന്തവാടി ഏരിയ കൺവെൻഷൻ മാനന്തവാടി ഏരിയ കമ്മിറ്റി ഓഫീസിൽ കർഷക സംഘം ജില്ലാ കമ്മിറ്റി അംഗം ബാബു ഷജിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു. KM വർക്കി മാസ്റ്റർ, KV രാജു, KG ജോയ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ തരത്തിലുള്ള യോഗങ്ങൾ എല്ലാ ഹോം സ്റ്റേയിലും അതോടൊപ്പം റിസോർട്ട് വില്ലകളെ സംബന്ധിച്ച് നമ്മുടെ ഇപ്പം മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പം നമ്മുടെ ജില്ലകളിൽ പ്രത്യേകിച്ച് ടൂറിസം മേഖലയായതുകൊണ്ട് ഓരോ പഞ്ചായത്തിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ഓരോ വർഷവും രജിസ്റ്റർ ചെയ്യുന്ന അല്ലെങ്കിൽ ലൈസൻസ് എടുക്കുന്ന സ്ഥാപനങ്ങൾ വർദ്ധിച്ചു വരിക. ആ വർദ്ധിച്ചു വരുമ്പോൾ മറ്റ് ജില്ലകളിൽ നിന്ന് വ്യത്യസ്തമായി വർദ്ധിച്ചു വരുമ്പോൾ ആ വർധനവനുസരിച്ച് തൊഴിലാളികൾ കൂടുതൽ വരുന്നുണ്ട്. ആ തൊഴിലാളികളെ യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തനം സംഘടിപ്പിക്കാൻ നമുക്ക് തീർച്ചയായും നമുക്ക് കഴിയണം. പലപ്പോഴും നമുക്കറിയാം ഈ മേഖലയിലെ തൊഴിലാളികളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നാളെ പണി ഉണ്ടാവുമോ, മുതലാളിമാർ രാവിലെ വരണ്ടെന്ന് പറയോ, അങ്ങനൊരു ഭയം ഉണ്ട് അല്ലേ, ഭയമില്ലേ? മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനത്തിൽ ഹിന്ദു മഹാസഭ ഗാന്ധി ചിത്രത്തിൽ വെടിയുതിർത്ത് അപമാനിച്ചതിലും ഗോഡ്സെ അനുസ്മരണം നടത്തിയതിലും പ്രതിഷേധിച്ച് KSU ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗോഡ്സെയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. ഗാന്ധിയെ അപമാനിച്ചവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി കേസെടുക്കണമെന്ന് KSU ആവശ്യപ്പെട്ടു. KSU സംസ്ഥാന സെക്രട്ടറി ലയണൽ മാത്യു, KSU ജില്ലാ പ്രസിഡന്റ് അമൽ ജോയ്, അമൽ പങ്കജാക്ഷൻ, ഇർഷാദ്, ആദിൽ, സാബിത്ത് തുടങ്ങിയവർ സംസാരിച്ചു.